വടകര തൈവളപ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിറമഹോത്സവത്തിന് കൊടിയേറി 17, 18, 19 തുടങ്ങി 3 ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത്. അന്നദാനത്തിനു ശേഷം വൈകിട്ട് 7 മണിക്ക് ക്ഷേത്രം കാരണവർ വടക്കേൽ കണാരൻ കൊടിയേറ്റം നടത്തി. ശനിയാഴ്ച വൈകുന്നേരം 6:30 വടക്കിനി ഭാഗം കുരുതി സമർപ്പണം, 7 മണിക്ക് അരിച്ചാർത്തൽ, ഗുളികൻ, കുട്ടിച്ചാത്തൻ വെള്ളാട്ടം, 1:30 നാഗഭഗവതി തിറ, 18 ഞായറാഴ്ച കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് കുരുതി സമർപ്പണം, വർണ്ണശഫലമായ പൂക്കലശം, കരിമരുന്ന് പ്രയോഗം, വിവിധ തിറകളും നടക്കും. 19 ഘണ്ഠകർണൻ തിറ, 12 അന്നദാനം ഉണ്ടാവും. ഇന്ന് നമ്മുടെ ക്ഷേത്രം കാരണവർ വടക്കയിൽ കണാരൻ്റെ നേതൃത്വത്തിൽ നടന്ന കൊടിയേറ്റം ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് വളരെ വിശദമായ രീതിയിലുള്ള അന്നദാനം നടന്നു കഴിഞ്ഞു. ഈ 3 ദിവസക്കാലം അതിവിപുലമായ പരിപാടികളാണ് ഈ ക്ഷേത്രത്തിൽ. നമുക്കറിയാം, ക്ഷേത്രത്തിൻ്റെ മഹത്വം നമ്മുടെ പ്രദേശത്ത് വളരെ ഭംഗിയായി നിലനിൽക്കുന്ന ഭക്തജനങ്ങളുടെ മനസ്സിൽ വളരെയേറെ ഭംഗിയായി നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ വടകരയിൽ തൈവളത്തിൽ ഭഗവതി ക്ഷേത്രവുമായി. ഏറ്റവും പ്രായക്കൂടുതലുള്ള അമ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന താലപ്പൊലി, ആ താലപ്പൊലിയോടുകൂടി നാളത്തെ പരിപാടി അവസാനിക്കുകയും 18-ാം തീയതി വൈകുന്നേരം മുതൽ വിശദമായ തിറകൾ, പിറ്റേന്ന് 19-ാം തീയതി രാവിലെ വരെയുള്ള തിറകൾ ഇവിടെ നടത്തപ്പെടുകയാണ്. ഉച്ചയ്ക്ക് 1:30, 18-ാം തീയതി 1:30 പരേതനായ ഈച്ചിയുടെ കീഴ് ബാബുവിൻ്റെ വീട്ടിൽ നിന്നും വരുന്ന ഇളനീർ വരവ് ഉച്ചയ്ക്ക് 1:30 ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സന്ധ്യയ്ക്ക് 7 മണിക്ക് അമ്മാണ്ടി സുമതിയുടെ വീട്ടിൽ നിന്നും വരുന്ന എണ്ണവരവ്, അതേപോലെ തന്നെ സ്കോർപിയോസ് ബണ്ണാത്തി ഗേറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിപുലമായ പൂക്കലശം വരവ് ഉണ്ടായിരിക്കും. അതിനുശേഷം കരിമരുന്ന് പ്രയോഗമുണ്ടായിരിക്കും. അങ്ങനെ വിപുലമായ രീതിയിലുള്ള പരിപാടികൾ ഈ 19-ാം തീയതി വരെ തൈവളപ്പിൽ ക്ഷേത്രത്തിൽ നടക്കുകയാണ്. 19-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനത്തോടു കൂടിയാണ് ഇതിൻ്റെ സമാപനം കുറിക്കുന്നത്.